3 തെരഞ്ഞെടുപ്പുകൾ നൽകുക എന്നുള്ളത്. ഒരു വിഷയത്തിന് 3-ാം മാർഗ്ഗം എന്ന് വേറെ 3 ഓപ്ഷൻസ് കൊടുക്കുക. 3 ഓപ്ഷൻസ് ഒരു കാര്യത്തിന്. ഒരാളൊരു നിർദ്ദേശം ഒരാൾക്കൊരു നിർദ്ദേശം മാത്രം കൊടുക്കാതെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഒരു തേർഡ് ഓപ്ഷൻ കൂടെ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നൽകുന്നത് തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം നിങ്ങൾ നൽകുക. അവർക്ക് തീരുമാനം എന്റേതല്ല നിങ്ങളുടേതാണ്. അപ്പൊ നിങ്ങൾക്കൊരു അവകാശം ഒരു അധികാരം കിട്ടുന്നവരാണ് തേർഡ് ഓപ്ഷൻ. ഒരോപ്ഷൻ അല്ല, ഒറ്റ മാർഗം മാത്രമല്ല, എൻ്റെ മുന്നിൽ വേറൊരു മാർഗമുണ്ട്, ഇനി വേറെല്ലാം 3-ാം മാർഗമുണ്ട്. ഈ 3-ാം മാർഗത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ഈ നെഗോസിയേഷന്റെ സമയത്ത് നെഗോസിയേഷൻ ടെക്നിക്സിൽ നമ്മളിനിപ്പോൾ നെഗോസിയേഷൻ ടെക്നിക്സ് മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ വരും ദിവസങ്ങളിൽ. അത് വളരെ രസകരമായ സാധനം. എങ്ങനെയാണ് ഒരു പ്രശ്നം നടക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വളരെ സമർത്ഥവും മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ സ്വീകരിക്കുക എന്നാണ് നെഗോസിയേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. വലിയ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതൊക്കെ, അടിയൊക്കെ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഗുണ്ടകളൊക്കെ തമ്മിൽ അതൊക്കെ പരിഹരിക്കുന്നുണ്ടല്ലേ. ആ നെഗോസിയേഷൻ നടത്തുന്ന ആൾക്കാർക്ക് പ്രത്യേകമായ കഴിവ്. അപ്പോൾ ആ കഴിവിൽ അവർ 3-ാം മാർഗം എന്ന് പറയുക. ഈ രണ്ടുപേരുടെയും മാർഗങ്ങൾ, ഒരു മാർഗം മുന്നോട്ട് വെക്കും, അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത മാർഗം മുന്നോട്ട് വെക്കും. ഇതും ഓക്കെ അല്ലെങ്കിൽ പിന്നെയുള്ളത് 3-ാം മാർഗമാണ്.